ഗൈസ്, എൻ്റെ വീട്ടിലെ സ്റ്റേഴ്സിൻ്റെ അവിടുത്തെ ഭിത്തി പ്ലെയിനായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ തൊട്ട് ഞാനിങ്ങനെ നോക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ അവസാനം ഞാനൊരു മ്യൂറൽ ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു മ്യൂറൽ ആർട്ടല്ലേ ഇത് ഞാൻ കുറേ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെ ഞാൻ പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ച് ലാസ്റ്റ് ഞാൻ പച്ച വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം ലീഫെല്ലാം പെയിൻ്റ് അടിച്ച് തീർക്കാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സ്, പിന്നെ കുറച്ച് ലാസ്റ്റ് മിച്ചമുള്ള കുറച്ച് ബോൾസ് പോലത്തെ സാധനം. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ശരിക്കും ഇത് വൈറ്റ് വാഷൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്തായാലും എൻ്റെ വീട്ടിലൊരു വർഷത്തിനുള്ളിൽ എന്തായാലും പുതിയതായിട്ട് പെയിൻ്റ് അടിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തു. ഇതിൻ്റെ ഐഡിയാസ് ഞാനിങ്ങനെ ഒരുപാട് പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഇമേജസ് നോക്കിയിട്ടാണ് അതിൽ നിന്ന് ഞാൻ പല ഇമേജസിൽ നിന്നാണ് ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചധികം നീളമുള്ളതുകൊണ്ട് ഒരു 4-5 ഇമേജ് ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെയൊക്കെ വരയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തപ്പി നടന്നിട്ടൊരു നല്ല പറ്റിയൊരു ഭിത്തി കിട്ടണില്ല. പിന്നെ ഇതേ ഉള്ളൂ ഓപ്ഷൻ. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അപ്പം തന്നെ നടത്തിയെടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തപ്പി ലാസ്റ്റാണ് ഞാൻ ഈ ഭിത്തിയിൽ എത്തിച്ചേർന്നത്. പെയിൻറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഏകദേശം 1-2 വർഷമായി. പക്ഷെ ഇപ്പോഴാണ് അത് എടുക്കാനുള്ള ടൈം കിട്ടുന്നത്. ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് തീർത്തത്. കാരണം ഞാനിത് വരച്ച് തുടങ്ങിയത് ഒരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. അത് ഏകദേശം ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഇട്ടു. പിന്നെ പച്ച 1-2 ഇല അടിച്ച് വിട്ടു. ബാക്കി ഞാൻ പിറ്റേ ദിവസം ഫുള്ള് കുത്തിയിരുന്ന് രാത്രി 8:30 വരെ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്ത് തീർത്തത്. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ അത്രയും ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. നല്ല ക്ഷമ വേണം വരയ്ക്കാനിരിക്കുമ്പോൾ. കാരണം ഇത് പെയിൻറ്റ് ഡ്രിപ്പ് ചെയ്ത് വീഴാൻ പാടില്ല, പെയിൻറ്റ് ഒഴുകിപ്പോകാൻ പാടില്ല, പിന്നെ നമ്മൾ അറിയാണ്ട് കൈ തട്ടി സ്പ്രെഡ് ആവാനും പാടില്ല. 1-2 സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബാക്കിൽ കൂടെ വേറെയും കുറച്ച് വട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. എൻ്റെ മനസ്സിൽ ഇത്രയും വട്ടം വരയ്ക്കണമെന്നൊരു ആഗ്രഹം ഇല്ലായിരുന്നു. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അത്രയ്ക്കങ്ങ് തൃപ്തി വന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളേഴ്സൊന്നും അല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞ എല്ലാ പച്ച കളറും ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. ആകെ എൻ്റെ ഒരു ഗ്രീൻ കളറിലെ ഒരു ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനകത്ത് പല കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ പല ഷെയ്ഡ്സ് ആക്കിയെടുത്തത്. കുറച്ച് ബ്രൗണും പിന്നെ കുറച്ച് ബ്ലാക്ക് പിന്നെ പിങ്ക്, അങ്ങനെ പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ എല്ലാ ഗ്രീനിൻ്റെ ഷെയ്ഡും ചെയ്തിരിക്കുന്നത്. ഓരോ ഷെയ്ഡും വ്യത്യാസമുണ്ട്. കുറച്ച് ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും എല്ലാം വേറെ കളേഴ്സാണ്. പിന്നെ ഓൾറെഡി ഞാൻ ഈ ഭിത്തിയിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിംസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തുകൂടി ഈ പെയിൻറ്റിങ് വന്നപ്പോൾ രണ്ടും കൂടെ ചേരുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ പിന്നെ അത് മാറ്റണ്ടെന്ന് വിചാരിച്ചു. കാരണം എനിക്കത് കളയാൻ തോന്നുന്നില്ല, പെയിൻറ്റിങ്ങും കളയാനും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ഞാൻ വെച്ചു. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ളൊരു സാധനമായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് ട്രയലായിരുന്നു. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. താങ്ക് യു.